കേരളത്തിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലാണ് വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത്. ഇന്ന് രാത്രി മുതൽ ഈ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക മരവിപ്പിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. സംസ്ഥാനത്ത് SIR നടപ്പാക്കുന്ന നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. SIR के समय EROs और AEROs मिलकर सबसे पहला जो काम करेंगे वो इन्यूमरेशन फॉर्म्स को प्रिंट करेंगे. जिन राज्यों में SIR हो रहा है या अभी होने वाला है उनकी मतदाता सूची आज रात को 12 बजे फ्रीज कर दी जाएगी. ये वो 12 राज्य हैं जहां पर कल से SIR शुरू होने वाला है. अंडमान एंड निकोबार आइलैंड यूनियन टेरिटरी, स्टेट छत्तीसगढ़, गोवा, गुजरात, केरल यूनियन टेरिटरी लक्षद्वीप, मध्य प्रदेश, पुदुचेरी यूनियन टेरिटरी, राजस्थान, तमिलनाडु, उत्तर प्रदेश, वेस्ट बंगाल. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇന്ന് അർദ്ധരാത്രി മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നടപടിക്രമങ്ങൾ തുടങ്ങുകയാണല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ബൽറാം. ഉന്മേഷ്, രാജ്യത്ത് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് രാജ്യവ്യാപകമായി തന്നെ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. അതിൻ്റെ പ്രഖ്യാപനമാണ് അല്പസമയം മുമ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ബീഹാറിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. വിജയകരമായി തന്നെ ആ നടപടികൾ പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് രണ്ടാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് പോകുന്നത് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അറിയിച്ചിരിക്കുന്നത്. കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ അടക്കം 12 ഇടങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത്. അത് കേരളം അടക്കമുള്ള 4 സംസ്ഥാനങ്ങൾ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതേസമയം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കെ കേരളത്തെ ഈ ഘട്ടത്തിൽ നിന്നും ഒഴിവാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കണം എന്ന ആവശ്യം സംസ്ഥാന ഇലക്ടറൽ ഓഫീസർ മുന്നോട്ട് വച്ചിരുന്നു. ആ ആവശ്യം തള്ളിയിരിക്കുന്നു. കേരളത്തിലും രണ്ടാം ഘട്ടത്തിൽ തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നുണ്ട്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വിശദീകരണം എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ്. കൂടാതെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ആവശ്യമായ ഉദ്യോഗസ്ഥർ കേരളത്തിൽ ഉണ്ട് എന്നും നിലവിൽ തന്നെ ഈ വോട്ടർ പട്ടിക സാങ്കേതികമായുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരംഭിച്ചു കഴിഞ്ഞതായുമാണ് വിശദീകരിക്കുന്നത്. അതേസമയം അടുത്ത വർഷം കേരളത്തോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിനെ അടുത്ത ഘട്ടത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അസമിൽ പൗരത്വ പട്ടിക തയ്യാറാക്കിയ ശേഷം വേണമെന്ന ആവശ്യം അസം മുന്നോട്ട് വച്ചിരുന്നു. ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ മഹാരാഷ്ട്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തോടൊപ്പം അടുത്ത മാസങ്ങളിൽ നടക്കാനിരിക്കുകയാണ്. മഹാരാഷ്ട്രയും രണ്ടാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ ഇന്ന് പ്രഖ്യാപിച്ച 12 ഇടങ്ങളിൽ നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയായിരിക്കും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ നടക്കുക. അതിനിടെ ഡിസംബർ 9 ആദ്യ ഘട്ട അല്ലെങ്കിൽ കരട് വോട്ടർ പട്ടിക പുറത്തിറങ്ങും. അതിലുള്ള പരാതികൾ ഉൾപ്പെടെയുള്ളവ പരിഗണിച്ചുകൊണ്ട് അത് പരിഹരിച്ചുകൊണ്ട് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 7 പുറത്തിറക്കുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.